സൺഡേ രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുണ്ട്. എന്നാലും ഒന്ന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നാളെ ബക്രീദ് ഹോളിഡേ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ഡേ ഉണ്ടല്ലോ, ഒരു ഡേ കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇന്ന് ഹോളിഡേയ്സിന് നാട്ടിലേക്ക് പോയിട്ടില്ല, ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ആളിയാർ ഡാം ഇവിടെ നിന്ന് അടുത്താണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളിവിടെ സെറ്റിലായിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആളിയാർ ഡാം കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. വളരെ വലിയൊരു ആൽമരമാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ആ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ബസ് നിർത്തുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നേച്ചറാണ്, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കേട്ടോ. ബസ് വന്നു, ഗവൺമെൻറ് ബസ്സാണ്. ബസ് നമ്പർ 73 അങ്ങനെ എന്തോ ആയിരുന്നു. കുറേ നേരം ഞങ്ങൾ നിന്നിട്ടാണ് എത്തിയത്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ് വരാൻ വേണ്ടിയിട്ട്. റെഗുലറായിട്ട് ഇങ്ങോട്ട് ബസ് ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വാൽപ്പാറയൊക്കെ പോകുന്ന റൂട്ടാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ബോറടി മാറ്റാമെന്ന് മാത്രമേ ഈ ഓരോ ട്രാവലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. എൻ്റെ എല്ലാ കാര്യത്തിലും അവൻ മാത്രമാണ് സപ്പോർട്ടായിട്ട് കൂടുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ എത്താറായി. ഏകദേശം ആ കാണുന്ന ഹിൽസിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു പ്ലേസ്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി. നല്ല ക്രൗഡാണ്, നിറയെ ആൾക്കാരുണ്ട്. ഒരുപാട് പാർക്ക് ചെയ്യാനൊന്നും ഒട്ടും സ്ഥലമില്ലാത്ത അത്ര വാഹനങ്ങളുണ്ട്. വഴിയോരത്താണെങ്കിൽ ഒരുപാട് ചേച്ചികൾ അങ്ങനെ മാംഗോയും പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ, 5 റുപ്പീസാണ്. അപ്പോൾ 2 പേർക്ക് 10 രൂപ, പിന്നെ ഫോൺ കൊണ്ടുപോകുന്നതിന് 20 റുപ്പീസ്, അങ്ങനെ ടോട്ടൽ 30 റുപ്പീസ് കൊടുക്കണം നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. താഴ്വാരത്ത് ഡാമിൻ്റെ താഴെ നല്ലൊരു പാർക്കുണ്ട്. നല്ലൊരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, അത്ര വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു പാർക്ക്. അതൊന്ന് ഡാമിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായി വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എങ്കിലും എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ അത്ര ഭംഗിയായിട്ട് കിടക്കണമൊന്നുമില്ല. ചെറിയ ഇതുപോലത്തെ വാട്ടർഫോൾസ്, ചെറിയ ഒരു ആൾക്കാർ കുളിക്കാനും നീന്തും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ദൂരത്തിൽ. ഒരുപാട് ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വീഡിയോ എടുക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, വെൽ മെയിൻറ്റെയിൻഡ് അല്ലാന്ന്. ഏകദേശം എല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാലക്കാടാണ്. അവിടുത്തെ മലമ്പുഴ ഡാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ഡാമാണ്. ചെറിയ ഡാമിൻ്റെ പാർക്കാണെങ്കിലും അതെല്ലാം ആണെങ്കിലും എന്താ പറയുക, അത്ര ആവുന്നേ ഉള്ളൂ, ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്, വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ ഈ ഡാം കഴിഞ്ഞ് നമുക്ക് നേരെ മുകളിലേക്ക് കയറണം. നമ്മൾ ബസ്സിൽ നിന്ന് വന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ സൈഡ് കേട്ടോ. ഒരു 150ഓളം സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെത്താൻ അറിയാം. നല്ല റഷാണ്. നല്ല റഷ് എന്ന് പറഞ്ഞാൽ കുറേ ആന്ധ്രാപ്രദേശത്തെ ആൾക്കാർ, തെലുങ്ക് സംസാരിക്കുന്നുണ്ട്, ഹിന്ദി പീപ്പിൾസ് ഉണ്ട്, തമിഴ് പറയുന്നുണ്ട്, പിന്നെ മലയാളീസ് എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. നമുക്കവരെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് വെള്ളമില്ല, പക്ഷെ എന്നാലും വെള്ളമുണ്ട്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മുടെ മേഘങ്ങളുടെ ഷെയ്ഡൊക്കെ മലകളിൽ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ കിട്ടുന്നില്ല. അത് കാണുമ്പോൾ തന്നെയാണ് അറിയുള്ളൂ. പിന്നെ ഒരു ക്യാമറയിൽ കിട്ടുന്നതും ഒക്കെ ഒരു ക്ലാരിറ്റി ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ നേരിട്ട് കാണുമ്പോൾ. ഓരോ മലകളുടെ മുകളിലും അല്ലെങ്കിൽ ഓരോ ചെറിയ സ്ഥലങ്ങളിലൊക്കെ മേഘങ്ങളുടെ എന്താ പറയുക, ഷെയ്ഡ്, നിഴലുണ്ടായിരുന്നു. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ മലകളൊക്കെ തൊട്ടുരുമിക്കൊണ്ട് ഓരോ മേഘങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയായിരുന്നു അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട്, പക്ഷെ ഒരു 5 o'clock ഒക്കെ ആയെങ്കിലും നല്ല മുകളിലായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ചൂടുണ്ട്, വെയിൽ നല്ല ചൂടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പം ഒരു ഹാപ്പിനെസ് നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിന്നും. ഞാൻ കണ്ടില്ലേ മേഘത്തിൻ്റെ നിഴൽ കണ്ടോ കാണുന്ന ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലൊക്കെ നമുക്കൊരു ചെറിയ റിലാക്സേഷൻ. എപ്പോഴും വർക്കും സ്റ്റഡീസും ഓഫീസും ഒക്കെ ആവുമ്പം കാണുമ്പോൾ ഒരു ഗ്രീനറി. പക്ഷെ ഒന്നും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടതാണെങ്കിൽ നല്ല എന്താ പറയുക, ഒന്നും കൂടി അട്രാക്റ്റ് ചെയ്യായിരുന്നു ആൾക്കാരിനെ. എല്ലാം കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യാൻ ടൂറിസ്റ്റൊക്കെ നല്ല സെറ്റായാണ്. ഒരു കാടിൻ്റെ ഫീൽ തന്നെയാണ്. കുറച്ച് മുകളിലേക്ക് നമുക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വലിയ കുന്നും ഈ മലകളുടെ ഒരു ചെറിയ പോർഷനിലേക്കൊക്കെ നമുക്ക് കയറാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അതും ഭംഗിയാണ്, പക്ഷെ നമ്മൾ കയറിയില്ല അത്ര ഇതായതുകൊണ്ടേ. പിന്നെ താഴത്തെ പാർക്കും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. മൊത്തത്തിൽ ഒരു ട്രിപ്പ് എന്ന രീതിയിൽ പോവാം. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഫുഡൊക്കെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഇതുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്.
അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ എൻട്രി ഉണ്ട്. അപ്പം ചെറിയ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയി ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ഒക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഒരുപാട് നേരം ഇല്ലെങ്കിലും ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന്ന് വരുന്ന വെള്ളത്തിന്, അതായത് ആ പാസ് വേ കൂടെ വെള്ളം വരുന്ന കണ്ടില്ലേ, ആ വെള്ളത്തിനൊരു ചെറിയ, ഡാമിൻ്റെ സൈഡിലുള്ള വെള്ളത്തിനൊരു ചെറിയ സ്മെല്ലുണ്ട്. ചെറുതല്ല, കുറച്ച് ഹാർഷായിട്ടുള്ള സ്മെല്ലുണ്ട്. അതെന്തോ എനിക്കറിയില്ല, എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പ്യൂരിഫയറോ ചെളിയൊക്കെ അടിഞ്ഞിട്ട് നിന്നിട്ടുള്ളതാണോ എന്ന്. ഉള്ളിലേക്ക് പോകുന്തോറും വെള്ളത്തിനുള്ള സ്മെല്ല് നല്ല കുറവാണ്. ഈ ഹിൽ വേസിലെ ഇതിൻ്റെ പാത്ത് വേസ് ഓപ്പൺ തുറക്കുന്നിടത്ത് കുറച്ചുണ്ട്. വെള്ളം കണ്ടാൽ പിന്നെ ഇറങ്ങണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ വളരെ കുറവായിട്ട് വെള്ളം പോകുന്ന ഒരു സ്ഥലത്ത് ഞാൻ മോനെ ഇറക്കിയത്. കാരണം നമ്മൾ സ്പെയർ ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്ന വെയിൽ നല്ല ആഴത്തിൽ കുറച്ചും കൂടി മുകളിലേക്ക് കയറിയാൽ കുറച്ചും കൂടി ഒരു അരയോളം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കളിക്കാൻ നിന്നില്ല. ഇങ്ങനെ കുറച്ചുള്ള വെള്ളത്തിൽ ആൾ കളിച്ചു, കുറച്ച് നേരം കളിച്ചു. എല്ലാം പുല്ല് പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഭംഗിയുണ്ട് കാണാൻ. മൊത്തത്തിലൊരു ഗ്രീനറി കാണുമ്പോഴുള്ളൊരു ഭംഗിയാണ് മൊത്തം കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ നമ്മൾ തിരിച്ചെത്തി. ഒരാൾക്ക് 15 രൂപയാണ് ബസ്സിൽ, മോന് മാത്രം കേട്ടോ. ലേഡീസിന് ഇവിടെ ബസ് ഫ്രീ ആണല്ലോ. അപ്പം മോൻ്റെ ബസ് ചാർജ് എന്ന് പറയുന്നത് 15 rupees നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളിയാർ ഡാമിലേക്ക്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ആളിയാർ ഡാമിലേക്ക് ബസ്സും ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ബൈ.